പ്രൈസ് ലോർഡ്. ഞാനൊരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ വാക്യം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടു കാണും. ഒരു വചന പാണ്ഡിത്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വരെ ഈ വാക്യം മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഇത് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 9-ാം അധ്യായം 8-ാം വാക്യമാണ്. അത് മലയാളം വേർഷനിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ഈ വാക്യം മൊത്തത്തിൽ ഒരു വലിയൊരു സെന്റൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനകത്ത് ഇടയ്ക്കൊരു ഒരു കോമയോ ഒരു ഫുൾ സ്റ്റോപ്പോ ഇല്ല. അപ്പോൾ ഇത് മൊത്തത്തിലാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടി വായിച്ചത് തന്നെ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി എന്ന് മാത്രമാണ്. എന്നിട്ട് വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തി വരുന്നിടം വരെയും പൂർണ്ണ തൃപ്തി വരുന്നിടം വരെയും ദൈവം ഇങ്ങനെ നിങ്ങൾക്ക് പൈസയും നന്മകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നമുക്ക് കുറെ പൈസ നൽകി തരാൻ വേണ്ടിയല്ല. നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ രക്ഷയും നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ മോറൽ വാല്യൂസുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത ഒരു വ്യക്തി ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇത് കേൾക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരുപക്ഷെ പല വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കിട്ടാതിരിക്കുമ്പോൾ അവരിത് പുറത്ത് സൊസൈറ്റിയിൽ പോയിട്ട് അവർ ഇത് തെറ്റാണെന്നും ഈ മാർഗം ശരിയല്ലെന്നും ഈ വചനം തെറ്റാണെന്നും ഒക്കെ പറയാനിട വരും. അത് ഇതുപോലത്തെ ഉള്ള പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത വ്യക്തികൾ ഈ വചനം എടുത്ത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഒരു ഡ്രോബാക്കാണിത്. നമ്മൾ ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ്. ഈ വാക്യം തന്നെ നമുക്ക് NLT വേർഷൻ ബൈബിളിനകത്താണ് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത്. നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഗോഡ് വിൽ ജനറസ്ലി NLT വേർഷൻ, ആൻഡ് ഗോഡ് വിൽ ജനറസ്ലി പ്രൊവൈഡ് ഓൾ യു നീഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ജനറസ്ലി നൽകി തരും. എന്തിന്? then you will always have everything you need and plenty left over to share with others. ജനറസ്ലി നിങ്ങൾക്ക് നൽകി തരുന്നത് ജനറസ്ലി നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ എൻ്റെ കുടുംബവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരോടും അനുഭവിക്കാൻ വേണ്ടി ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയല്ല എൻ്റെ ആവശ്യങ്ങൾ ദൈവം ജനറസ്ലി നൽകി തരുന്നു. ഇത് മറ്റുള്ളവർക്ക് ഞാൻ ജനറസ്ലി ഷെയർ ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്നിൽ കൂടെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാകാതെ ഇതുപോലത്തെ തെറ്റായ വ്യാഖ്യാനികൾ വന്ന് തെറ്റായിട്ട് വചനം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്കാണ് ഇന്ന് ഈ സമൂഹം സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ കാലത്ത് ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നടുവിൽ വരുന്ന ദൈവദാസന്മാരാകട്ടെ ആരായിക്കോട്ടെ, അവർ ഈ വചനം എക്സാക്ട്ലി പഠിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ വചനം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വചനം തന്നെ ഒത്തിരിയായിട്ട് ഇവർ ഈ കാലത്ത് സ്പ്ലിറ്റാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സഭകളും സ്പ്ലിറ്റായി കഴിഞ്ഞു, ജനങ്ങൾ സ്പ്ലിറ്റായി കഴിഞ്ഞു. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലത്തെ ആൾക്കാരുടെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കുവാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.